നമസ്കാരം, എല്ലാവർക്കും ബയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ +2 ബയോളജിയിലെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ചാപ്റ്റർ റിവിഷനായിരുന്നു. ആ ചാപ്റ്ററിൽ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതുന്ന ഇതുവരെയും പരീക്ഷയ്ക്ക് ചോദിക്കാത്ത ഏരിയ ആയിരുന്നു റിവിഷൻ ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവിഷൻ ചെയ്തത് ടിഷ്യൂ കൾച്ചർ എന്ന ടോപ്പിക്കാണ്. ടിഷ്യൂ കൾച്ചർ എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ റിവിഷനിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. എല്ലാവരും ടിഷ്യൂ കൾച്ചർ നന്നായി വായിക്കുക, ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക, ഒപ്പം ഈ വീഡിയോ കണ്ട് അതിലുള്ള പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാം വീഡിയോയിലേക്ക്. വാട്ട് ഈസ് ടിഷ്യൂ കൾച്ചർ? എന്താണ് ടിഷ്യൂ കൾച്ചർ? റീജനറേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഗ്രോൺ അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻസ്. അതായത് ഒരു പ്ലാന്റിൻ്റെ ഒരു പാർട്ട്, അത് ഏത് ഭാഗത്തു നിന്നും എടുക്കാം, മെരിസ്റ്റമാകാം, റൂട്ടിൻ്റെ ഭാഗമാകാം, ലീഫിൻ്റെ ഭാഗമാകാം, എങ്ങനെ ഏത് പാർട്ടിൽ നിന്ന് വേണോ നമുക്കൊരു പുതിയ പ്ലാന്റിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഏതെങ്കിലും ഒരു സ്റ്റെറൈൽ കണ്ടീഷൻസിൽ ഗ്രോത്ത് മീഡിയത്തിൻ്റെ സഹായത്താൽ. അതായത് സാധാരണ ഒരു പ്ലാന്റ് വളരണമെങ്കിൽ മണ്ണ് വേണം, എന്നാൽ ഇവിടെ മണ്ണിൻ്റെ ആവശ്യമില്ല. പകരം ഏതെങ്കിലും ഒരു ഗ്രോത്ത് മീഡിയത്തിൽ നമുക്ക് ആ പ്ലാന്റിൻ്റെ പാർട്ടിൽ നിന്നും പുതിയ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന, റീജനറേറ്റ് ചെയ്യുന്ന ആ ടെക്നിക്കിനെ പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ പാർട്ടിൽ നിന്നും അതേ പ്ലാന്റിനെ റീജനറേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ, ഗ്രോത്ത് മീഡിയത്തിൽ, സ്റ്റെറൈലായിട്ടുള്ള ഗ്രോത്ത് മീഡിയത്തിൽ നമ്മൾ ആ പ്ലാന്റിനെ വളർത്തിയെടുക്കുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയും. ചിത്രം ഒന്ന് നോക്കുക. ഒരു വാഴ, ആ വാഴയിൽ നിന്നും, ആ വാഴയാണ് അതിൻ്റെ മദർ പ്ലാന്റ്, ആ വാഴയിൽ നിന്നും അതിൻ്റെ എക്സ്പ്ലാന്റ് എടുക്കുന്നു. എന്താണ് എക്സ്പ്ലാന്റ് എന്ന് വെച്ചാൽ ദ പ്ലാന്റ് പോർഷൻ ടു ബി യൂസ്ഡ് ഇൻ ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചറിലേക്ക് എടുക്കുന്ന പ്ലാന്റിൻ്റെ പാർട്ട്, അതായത് ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, ആ പ്ലാന്റ് പാർട്ടിനെയാണ് എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു എക്സ്പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് ചെടിയുടെ ഏതെങ്കിലും ഭാഗം, സീഡ് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ എംബ്രിയോ ആകാം, അല്ലെങ്കിൽ സ്റ്റെം ആകാം, റൂട്ട് ആകാം, ബഡ്സ് ആകാം, മെരിസ്റ്റം ആകാം. അങ്ങനെ പോളൻ ഗ്രീൻ പോലും ഇന്ന് പ്ലാന്റുകളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണോ ചെടിയെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലാന്റ് പാർട്ടിനെ എക്സ്പ്ലാന്റ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു എക്സ്പ്ലാന്റിനെ ഒരു ഗ്രോത്ത് മീഡിയത്തിലേക്ക് ഇടുന്നു. അത് ഒരുപാട് പ്രോസസ്സിന് ശേഷമാണ് കേട്ടോ. സ്റ്റെറിലൈസേഷൻ പോലുള്ള പല അണുവിമുക്തമാക്കുന്ന ടെക്നിക്കുകൾക്ക് ശേഷമാണ് നമ്മൾ ഗ്രോത്ത് മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ കൾച്ചർ മീഡിയത്തിലേക്ക് ആ എക്സ്പ്ലാന്റ് ഇടുന്നത്. അങ്ങനെ എക്സ്പ്ലാന്റ് ഇടുമ്പോൾ അത് അവിടെ കിടന്നുകൊണ്ട് ആ ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്തെടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് അതിനുള്ളിലെ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് കുറേ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിട്ട് മാറുകയും അതിന് ക്യാലസ് എന്നാണ് പേര്, നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാം. അവിടെ നിന്നും ആ ഗ്രൂപ്പ് ഓഫ് സെൽസ് പിന്നീട് അത് ചെറിയ ചെറിയ എംബ്രിയോയിഡ്സ് ആയിട്ട്, ചെറിയ ചെറിയ എംബ്രിയോയിട്ട് മാറുകയും പിന്നെ ഓരോ എംബ്രിയോയിഡ്സും ചെറിയ തൈകൾ പ്ലാന്റ്ലെറ്റ്സ് ആയിട്ട് മാറുകയും പിന്നെ ആ പ്ലാന്റ്ലെറ്റ്സ് തൈകളായിട്ട് മാറുകയും ചെയ്യും. ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ന്യൂട്രിയൻ്റ് മീഡിയമായിട്ട് എടുത്തിരിക്കുന്ന ആ മീഡിയത്തിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകൾ ഒരു പ്ലാന്റിന് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻ്റ് കണ്ടൻറ്റും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഹോർമോണുകൾ, വിറ്റാമിനുകൾ, സാൾട്ട്, ഷുഗർ തുടങ്ങിയ മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്. ഒരു പ്ലാന്റിന് മണ്ണിൽ നിന്ന് എന്തൊക്കെയാണോ കിട്ടേണ്ടത് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് എന്തൊക്കെയാണോ വേണ്ടത്, അതെല്ലാ ഘടകങ്ങളും അല്ലെങ്കിൽ എല്ലാ ആ ഒരു ന്യൂട്രിയൻസും ഹോർമോണും വിറ്റാമിൻസ് എല്ലാം നമ്മൾ ഇതിൻ്റെ ഓരോരോ സ്റ്റേജിലേക്ക് ആ ന്യൂട്രിയൻ മീഡിയത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ മീഡിയത്തിൽ നിന്നും പുതിയ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം ആ ന്യൂട്രിയൻ മീഡിയത്തിലേക്ക് ഒരു എക്സ്പ്ലാന്റ് ഇട്ടു, അതവിടെ കിടന്ന് സെല്ല് ഡിവൈഡ് ചെയ്യും. കാരണം ഓക്സിൻ്റെയും സൈറ്റോക്കിൻ്റെ പ്രസൻസ് കാരണം എന്ത് ചെയ്യുന്നു, ആ സെല്ലുകൾ അവിടെ കിടന്ന് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ അതിൽ റൂട്ട് ഉണ്ടാകാൻ വേണ്ടി റൂട്ടിംഗ് ഹോർമോൺ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റേജസിലേക്കും ഹോർമോണുകളും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ തൈകളായിട്ട് മാറും. അതിനെ പ്ലാന്റ്ലെറ്റ്സ് എന്ന് പറയുന്നു. പിന്നീട് അത് പുറത്തോട്ടെടുത്ത് വളർത്തിയെടുത്ത് വലിയൊരു പ്ലാന്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് നോക്കാം. എനി പാർട്ട് ഓഫ് പ്ലാന്റ് ടേക്കൺ ഔട്ട് ആൻഡ് ഗ്രോൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻ ഇൻ സ്പെഷ്യൽ ന്യൂട്രിയൻ്റ് മീഡിയ ആർ കാൾഡ് ഡാഷ്. അതായത് നമ്മൾ ചെടിയിൽ നിന്ന് ഏത് പ്ലാന്റിൻ്റെ പോർഷനാണോ എടുക്കുന്നത് അല്ലെങ്കിൽ പാർട്ടാണോ എടുക്കുന്നത് അതിനെ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ഒരു സ്റ്റെറൈൽ മീഡിയത്തിലേക്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ കണ്ടീഷൻ ചെയ്യുന്നത്. അങ്ങനെ ആ സ്റ്റെറൈൽ മീഡിയത്തിലേക്ക് എടുക്കുന്ന ആ ചെടിയുടെ പാർട്ടിനെ എന്ത് പേര് പറയാം? എക്സ്പ്ലാന്റ്. കണ്ടോ, എക്സ്പ്ലാന്റ്. ഏത് പോർഷനാണോ നമ്മൾ ടിഷ്യൂ കൾച്ചറിന് വേണ്ടി എടുത്തത് അതിനെ നമുക്ക് എക്സ്പ്ലാന്റ് എന്ന് പറയാം. എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ടേക്കൺ ഔട്ട് ആൻഡ് ഗ്രോൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻസ് ഇൻ എ സ്പെഷ്യൽ ന്യൂട്രിയൻ മീഡിയ ആർ കാൾഡ് എക്സ്പ്ലാന്റ്. ഇപ്പോൾ എക്സ്പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കണം. ചെടിയുടെ ഏത് പാർട്ടാണോ നമ്മൾ ടിഷ്യൂ കൾച്ചറിന് വേണ്ടി എടുക്കുന്നത് അതിനെയാണ് നമ്മൾ എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത്. എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ്
ഓക്കെ. ദ കപ്പാസിറ്റി ടു ജനറേറ്റ് എ ഹോൾ പ്ലാന്റ് ഫ്രം എനി സെൽ ഓർ എക്സ്പ്ലാന്റ് ഈസ് കാൾഡ് ഡാഷ്. നമ്മൾ ഈ ന്യൂട്രിയൻ്റ് മീഡിയത്തിലേക്ക് ഒരു എക്സ്പ്ലാന്റ് ഇട്ടു, ഫോർ എക്സാമ്പിൾ ഒരു മെരിസ്റ്റം ഇട്ടു. ആ മെരിസ്റ്റം ആ ന്യൂട്രിയൻ്റ് മീഡിയത്തിൽ കിടന്ന് അത് ഡിവൈഡ് ചെയ്ത് പുതിയൊരു പ്ലാന്റായിട്ട് മാറാൻ ഒരു കഴിവ് വേണ്ടേ? ആ കഴിവില്ലായിരുന്നെങ്കിൽ ഈ ടിഷ്യൂ കൾച്ചർ സക്സസ് ആവില്ലായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു കഴിവിൻ്റെ ബേസിലാണ് ടിഷ്യൂ കൾച്ചർ നടക്കുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന എക്സ്പ്ലാന്റ് ന്യൂട്രിയൻ്റ് മീഡിയത്തിൽ കിടന്ന് വളർന്ന് വലുതായി ഒരു ഹോൾ പ്ലാന്റായിട്ട് മാറാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി. സോ ടോട്ടിപൊട്ടൻസി ദ ബേസിസ് ഓഫ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചറിൻ്റെ ബേസിസ് എന്ന് പറയുന്നതും ടോട്ടിപൊട്ടൻസിയാണ്. കാരണം ടോട്ടിപൊട്ടൻസി ഇല്ലെങ്കിൽ, ആ സെല്ലിന് ആ കഴിവില്ലെങ്കിൽ, ആ സെല്ല് ഒരിക്കലും ഡിവൈഡ് ചെയ്യില്ല, അത് വളർന്നൊരു പുതിയ പ്ലാന്റായിട്ട് മാറില്ല. ഫോർ എക്സാമ്പിൾ വാഴയുടെ മെരിസ്റ്റം എടുത്തുകൊണ്ട് നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ ആ മെരിസ്റ്റത്തിൽ നിന്നും ഒരു പുതിയ വാഴ ഉണ്ടാവാൻ ഒരു കഴിവുണ്ടാവണം ആ സെല്ലുകൾക്ക് അല്ലേ? ആ കഴിവിനെയാണ് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. Which plant of the plant should be selected as explant for the recovery of healthy plants from a viral diseased plants? Give reason. അതായത് നമുക്കൊരു വൈറസ് വന്ന് നശിച്ചു പോകാൻ നിൽക്കുന്ന ഒരു പ്ലാന്റ്, അതായത് വളരെയധികം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് നട്ട ഒരു ചെടിയാണെന്ന് സങ്കല്പിക്കുക. പെട്ടെന്ന് നല്ലൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നു, ഇനി ആ ചെടിയൊന്നും പെട്ടെന്ന് കിട്ടാനും വഴിയില്ലെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഇൻഫെക്റ്റഡ് പ്ലാന്റിൽ നിന്നും എങ്ങനെ ഒരു ഹെൽത്തി പ്ലാന്റ് റിക്കവർ ചെയ്തെടുക്കാം? അത് അതിനുവേണ്ടി ആ ചെടിയുടെ ഏത് പാർട്ട് സെലക്ട് ചെയ്യാം? അതിൻ്റെ കാരണം എന്ത്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന പ്ലാന്റിൻ്റെ പോർഷനാണ് മെരിസ്റ്റം. അതായത് ഗ്രോയിങ് പോർഷൻസിൽ കാണപ്പെടുന്ന ഇമ്മച്ചുർ ആയിട്ടുള്ള എപ്പോഴും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന സെൽസിനെ പറയുന്ന പേരാണ് മെരിസ്റ്റം. ആ മെരിസ്റ്റത്തിനെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? എക്സ്പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വൈറസ് ഇൻഫെക്ട് ചെയ്ത പ്ലാന്റുകളിൽ നിന്നും അതിൻ്റെ മെരിസ്റ്റം കൾച്ചറും ചെയ്യുന്നതോടെ നമുക്ക് ഡിസീസ് ആയിട്ട് ആ പ്ലാന്റിൽ നിന്നും പുതിയൊരു ഹെൽത്തി പ്ലാന്റിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. എന്തുകൊണ്ട് മെരിസ്റ്റം സെലക്ട് ചെയ്യുന്നു നോക്കാം. ബിക്കോസ് ഇഫ് ദ പ്ലാന്റ് ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് എ വൈറസ്, ദ മെരിസ്റ്റം ഈസ് ഫ്രീ ഓഫ് വൈറസ്. ഒരിക്കലും മെരിസ്റ്റത്തിൽ വൈറസ് അറ്റാക്ക് ചെയ്യില്ല. കാരണം വൈറസ് പോലുള്ള പത്തോജൻസ് കൂടുതലും അറ്റാക്ക് ചെയ്യുന്നത് പ്ലാന്റ്സിൻ്റെ മെച്ചുർ ആയിട്ടുള്ള സെൽസുകളിലായിരിക്കും. അങ്ങനെ മെച്ചുർ ആയിട്ടുള്ള സെൽസുകളിൽ മാത്രമാണ് കൂടുതലും പത്തോജൻസ് അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ മെരിസ്റ്റം എന്ന് പറയുന്നത് ഇമ്മച്ചുർ സെൽസ് ആണ്. അതായത് അപ്പിക്കൽ മെരിസ്റ്റം ആകാം, ആക്സലറി മെരിസ്റ്റം ആകാം, സൈഡിലുള്ള മെരിസ്റ്റം ആകാം, ടിപ്പിലുള്ള മെരിസ്റ്റം ആകാം. ഈ മെരിസ്റ്റത്തിൽ വൈറസ് കാണപ്പെടുന്നില്ല. അതുകൊണ്ടാണ് മെരിസ്റ്റത്തിനെ എന്തായിട്ട് എടുക്കുന്നത്? എക്സ്പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഹെൻസ് വൺ ക്യാൻ റിമൂവ് ദ മെരിസ്റ്റം ആൻഡ് ഗ്രോ ഇറ്റ് ഇൻ വിട്രോ ടു ഒബ്റ്റെയിൻ വൈറസ് ഫ്രീ പ്ലാന്റ്സ്. അതായത് നമുക്ക് ഇൻ വിട്രോയിലൂടെ, അതായത് വിത്തിൻ കണ്ടീഷൻ, ആർട്ടിഫിഷ്യൽ സ്റ്റെറൈൽ കണ്ടീഷൻസിലൂടെ നമ്മൾ കൾച്ചർ ചെയ്യുകയാണെങ്കിൽ, മെരിസ്റ്റം കൾച്ചർ ചെയ്യുകയാണെങ്കിൽ അതുവഴി വൈറസ് ഫ്രീ പ്ലാന്റ്സുകളെ നമുക്ക് റീജനറേറ്റ് എടുക്കാൻ പറ്റും. സയൻറ്റിസ്റ്റ് ഹാവ് സക്സീഡ് ഇൻ കൾച്ചറിങ് മെരിസ്റ്റം ഓഫ് ബനാന, ഷുഗർ കെയിൻ, പൊട്ടറ്റോ. ഇന്ന് ബനാനയിലും ഷുഗർ കെയിലും പൊട്ടറ്റോയിലൊക്കെ ഇതേ രീതിയിൽ മെരിസ്റ്റം കൾച്ചറിലൂടെ വൈറസ് ഫ്രീ പ്ലാന്റ്സുകളെ ഇന്ന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈറസ് ഇൻഫെക്ട് ചെയ്ത പ്ലാന്റിൽ നിന്നും ഏത് പ്ലാന്റ് പോർഷനാണ് നമ്മൾ എക്സ്പ്ലാന്റ് എടുക്കുന്നത് ചോദിച്ചാൽ ആൻസർ ഒന്നേ ഉള്ളൂ, മെരിസ്റ്റം. അതിൻ്റെ കാരണം ചോദിച്ചാൽ ആ മെരിസ്റ്റത്തിൽ വൈറസിൻ്റെ സാന്നിധ്യം കാണില്ല. ദേ ആർ ഫ്രീ ഓഫ് വൈറസ്. വൈറസിൻ്റെ ആബ്സെൻസിലായിരിക്കും മെരിസ്റ്റം എപ്പോഴും കാണപ്പെടുന്നത്. ആ ചിത്രം നോക്കുക. ഒരുപാട് കുപ്പികൾക്കുള്ളിൽ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സിനെ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ കണ്ടീഷനിൽ ലൈറ്റ് കൊടുത്ത് ഒരു റൂമിനകത്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ടിഷ്യൂ കൾച്ചർ ലാബിൻ്റെ ഒരു ഇൻസൈഡ് പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആയിരക്കണക്കിന് സന്താനങ്ങൾ, പ്ലാന്റ്സിൻ്റെ തൈകളെ എന്ത് ചെയ്യുന്നു? ആർട്ടിഫിഷ്യൽ കണ്ടീഷൻസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു ചെടിയുടെ ഒരു എക്സ്പ്ലാന്റിൽ നിന്നും നമുക്ക് ആയിരക്കണക്കിന് തൈകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. കണ്ടോ? ആ ചിത്രം ശ്രദ്ധിച്ചിട്ട് ക്വസ്റ്റ്യനിലോട്ട് വരിക. ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ് ത്രൂ ടിഷ്യൂ കൾച്ചർ ഈസ് കാൾഡ് ഡാഷ്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പ്ലാന്റിൽ നിന്ന് പോലും നമുക്ക് ആയിരക്കണക്കിന് തൈകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. ആ ടെക്നിക്കിന് എന്ത് പേര് പറയുന്നു? മൈക്രോ പ്രൊപ്പഗേഷൻ. ഷോർട്ട് ടൈമിൽ ആയിരക്കണക്കിന് മൈക്രോ പ്ലാന്റ്സ്, കുഞ്ഞു പ്ലാന്റുകളെ ഇങ്ങനെ കൾച്ചർ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് പേര് വന്നത്? മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന പേര് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Plants obtained by tissue culture or micropropagation are said to be soma clones by. ഇങ്ങനെ നമ്മുടെ മൈക്രോ പ്രൊപ്പഗേഷനിലൂടെ കിട്ടുന്ന സന്താനങ്ങളെ, ചെടികളെ, തൈകളെ മൊത്തത്തിൽ സൊമാ ക്ലോൺസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? അതായത് ആ കുപ്പിയിലിരിക്കുന്ന ഓരോ ചെടികൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ അത് വാഴകളുടെ ചെറിയ ചെറിയ തൈകളാണ് ആ കുപ്പിയിലെല്ലാം ഇരിക്കുന്നത് സങ്കല്പിക്കുക. അവിടെ ഇരിക്കുന്ന എല്ലാ വാഴകളും, അതായത് ആയിരക്കണക്കിന് വാഴകളും ആ മദർ പ്ലാന്റിനെ പോലെ തന്നെയായിരിക്കും. ഫിസിയോളജിക്കലി, മോർഫോളജിക്കലി, ജനറ്റിക്കലി ഒക്കെ സെയിം ആയിരിക്കും. മദർ പ്ലാന്റുമായിട്ട് യാതൊരു വ്യത്യാസമോ ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് അവയെ സൊമാ ക്ലോൺസ് എന്ന്. ക്ലോൺസ് എന്ന് പറയുന്നത് സന്താനങ്ങളെയാണല്ലോ. സൊമാ ക്ലോൺസിൻ്റെ വെജിറ്റേറ്റീവ് സെല്ലുകളിൽ നിന്നും, അതായത് നോർമൽ റീപ്രൊഡക്ഷൻ വഴിയല്ലേ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് സെല്ലുകളിൽ നിന്നുണ്ടായ
ക്ലോണുകളായതുകൊണ്ടാണ് അതിന് സൊമാ ക്ലോൺസ് എന്ന പേര് വന്നത്. ഈച്ച് ഓഫ് ദ പ്ലാന്റ്സ് ഫ്രം മൈക്രോ പ്രൊപ്പഗേഷൻ വിൽ ബി ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദ ഒറിജിനൽ പ്ലാന്റ് ഫ്രം വിച്ച് ദേ വെയർ ഗ്രോൺ. അതായത് എവിടെ നിന്നാണോ നമ്മൾ അവരെ വളർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലാന്റ് എടുക്കുന്നത് ആ മദർ പ്ലാന്റിന് സിമിലർ ആയിരിക്കും, മോർഫോളജിക്കലും ജെനറ്റിക്കലി സിമിലർ ആയതുകൊണ്ടാണ് അതിനെ സൊമാക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ സൊമാക്ലോൺസിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മദർ പ്ലാന്റുമായിട്ട് എക്സാക്റ്റ് കോപ്പീസ് ആയിരിക്കും. ഒരു വാഴയിൽ നിന്നും എക്സ്പ്ലാന്റ് കൊടുത്തു 1000 വാഴകളെ നിർമ്മിച്ചെടുത്താൽ 1000 വാഴകളും ഒരുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്നത്? സൊമാക്ലോൺസ് എന്ന പേര് വന്നത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൾച്ചർ മീഡിയ യൂസ്ഡ് ഇൻ ടിഷ്യൂ കൾച്ചർ? ഇതധികം ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. കൾച്ചർ മീഡിയയുടെ പ്രത്യേകത എന്താണെന്ന് ഒന്നും പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും നമ്മളത് വായിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ദ ന്യൂട്രിയൻ്റ് മീഡിയം ഓർ കൾച്ചർ മീഡിയം മസ്റ്റ് പ്രൊവൈഡ് എ കാർബൺ സോഴ്സ് സച്ച് ആസ് സുക്രോസ് and also inorganic salts, vitamin, amino acids, growth regulators like auxin, cytokinin, etc. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു മണ്ണിൽ നിന്നും ചെടിക്ക് വളരാൻ എന്തൊക്കെ ആവശ്യമാണോ വേണ്ടത്, അല്ലെങ്കിൽ ചെടിക്ക് പിന്നീട് അങ്ങോട്ട് ഫർദർ ഡെവലപ്മെൻറ്റ് എന്തൊക്കെ ന്യൂട്രിയൻസ് ആണോ വേണ്ടത്, അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കൾച്ചർ മീഡിയമാണ്. ആദ്യമേ എല്ലാം ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതിന് ഓരോരോ സ്റ്റേജിൽ അതിനാവശ്യമുള്ള ഘട്ടത്തിൽ ആ ന്യൂട്രിയൻസ് ആഡ് കൊടുക്കാൻ ചെയ്യുന്നത്. എപ്പോഴാണോ റൂട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത് ആ സമയത്താണ് റൂട്ടിംഗ് ഹോർമോൺ ആഡ് കൊടുക്കുന്നത്. അങ്ങനെ എംബ്രിയോയുടെ വളർച്ചയുടെ ഓരോരോ ഘട്ടത്തിൽ ആവശ്യമുള്ള ഹോർമോണുകളും മറ്റും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് പ്ലാന്റുകളെ എങ്ങനെ കൾച്ചർ മീഡിയത്തിൽ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ആ കൾച്ചർ മീഡിയത്തിൽ ആ പ്ലാന്റിന് കിട്ടേണ്ട എല്ലാ കാർബൺ സോഴ്സുകളും, അതായത് സുക്രോസ്, പിന്നെ ഇനോർഗാനിക് സാൾട്ടുകൾ, വൈറ്റമിൻസ്, അമിനോ ആസിഡ് എക്സെട്ര എല്ലാം ഹോർമോൺ ഉൾപ്പെടെ ആ ന്യൂട്രിയൻ മീഡിയത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻ മീഡിയ ഇല്ലെങ്കിൽ പിന്നെ പ്ലാന്റിന് വളരാൻ കഴിയില്ല. പിന്നെ അവിടെ ഉപയോഗിക്കുന്നത് അഗർ അഗർ എന്ന ഒരു ജെൽ മീഡിയമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നാച്ചുറലി കിട്ടുന്ന അഗർ അഗർ, അതായത് ജെലീഡിയം, ഗ്രാസിലേറിയ പോലുള്ള അഗർ മീഡിയത്തിലാണ് ഇവയെ വളർത്തിയെടുക്കുന്നത് കേട്ടോ. അതുകൂടെ ഓർത്ത് വെച്ചോണം. കഴിഞ്ഞ വർഷം നമ്മൾ +1 ഇത് പഠിച്ചതാണ്. ബൈ ആപ്ലിക്കേഷൻ ഓഫ് ദീസ് മെത്തേഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു അച്ചീവ് പ്രൊപ്പഗേഷൻ ഇൻ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ വെരി ഷോർട്ട് ഡ്യൂറേഷൻ. ഇങ്ങനെ നമുക്ക് മൈക്രോ പ്രൊപ്പഗേഷൻ ചെയ്യണമെങ്കിൽ ഈ ന്യൂട്രിയൻസ് മീഡിയത്തിന് അത്യാവശ്യമുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഈ ന്യൂട്രിയൻസ് മീഡിയത്തിൽ പെട്ടെന്ന് ചെടികളെ വളർത്തിയെടുക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ഡ്യൂറേഷൻ, ചുരുങ്ങിയ സമയം കൊണ്ട് ആയിരക്കണക്കിന് ചെടികളെ നമുക്ക് എന്ത് ചെയ്തെടുക്കാം? കൾച്ചർ ചെയ്തെടുക്കാം. Isolated protoplasm from 2 different varieties of plants, each having a desirable character, can be fused to get hybrid protoplasm, which can be further grown into a new plant called as dash. അതായത് ജനറ്റിക്കലി 2 ഡിഫറൻ്റ് ആയിട്ടുള്ള 2 പ്ലാന്റുകളെ തമ്മിൽ ഫ്യൂസ് ചെയ്യിപ്പിക്കും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള 2 നോർമൽ സെല്ലുകൾ, വെജിറ്റേറ്റീവ് സെല്ലുകൾ, അതായത് നോട്ട് റീപ്രൊഡക്റ്റീവ് സെൽസ്. റീപ്രൊഡക്റ്റീവ് സെൽസുകളെല്ലാം വെജിറ്റേറ്റീവ് സെൽസുകളാണ്. നോർമൽ സെല്ലുകളെ സൊമാറ്റിക് സെൽസ് എന്ന് പറയാം. അങ്ങനെ 2 സൊമാറ്റിക് സെൽസ് എടുക്കുന്നു. ഡിസൈറബിൾ ക്വാളിറ്റി ഉള്ള 2 സൊമാറ്റിക് സെൽസ് എടുക്കുന്നു. അവയുടെ നേക്കഡ് പ്രോട്ടോപ്ലാസം, സെൽവാളില്ലാത്ത പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് പുതിയൊരു ഹൈബ്രിഡിനെ ഡെവലപ്പ് ചെയ്തൊരു ടെക്നിക്കിനെ, അല്ലെങ്കിൽ അതുവഴി കിട്ടുന്ന ഹൈബ്രിഡിന് എന്ത് പേര് പറയാം? അതിനെയാണ് സൊമാറ്റിക് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അതായത് 2 സൊമാറ്റിക് സെൽസ് ഫ്യൂസ് ചെയ്തുണ്ടാവുന്ന ഹൈബ്രിഡിനെ സൊമാറ്റിക് ഹൈബ്രിഡ് എന്നും ആ ടെക്നിക്കിനെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്നും പറയും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, വാട്ട് ഈസ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ? ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസം, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ. ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസം ഫ്രം 2 different varieties of plants, each having desirable character, can be fused to get hybrid protoplasm, which can be further grown into a new plant. This process is called somatic hybridization. അതായത് ജനറ്റിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള 2 പ്ലാന്റുകളുടെ സെല്ലെടുക്കുന്നു. അതിൽ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള സെല്ലുകളായിരിക്കും. അവയെ തമ്മിൽ നമ്മൾ ഫ്യൂസ് ചെയ്യിപ്പിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റിനെ സൊമാറ്റിക് ഹൈബ്രിഡ് എന്നും ആ ഒരു പ്രോസസ്സിനെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് പൊമാറ്റോ. പൊട്ടറ്റോയുടെ സെല്ലും ടൊമാറ്റോയുടെ സെല്ലും തമ്മിൽ ഫ്യൂസ് ചെയ്യിപ്പിച്ചെടുത്തു. അതായത് 2ൻ്റെയും സെൽവാളുകൾ റിമൂവ് ചെയ്തിട്ട് ആ നേക്കഡ് പ്രോട്ടോപ്ലാസുകളെ ഒരു പ്രത്യേക കെമിക്കലിൻ്റെയും ഹൈ വോൾട്ടേജിൻ്റെ സഹായത്താൽ ഒരിക്കലും ചേരാത്ത 2 സെല്ലുകൾ തമ്മിൽ എന്ത് ചെയ്തു? ഫ്യൂസ് ചെയ്യിപ്പിച്ചു. ഈ ഒരു ഹൈബ്രിഡ് സെല്ലിനെ ഡെവലപ്പ് ചെയ്തെടുത്തു. നോർമലി ഒരിക്കലും പോസിബിൾ അല്ലാത്ത 2 സെല്ലുകളെ തമ്മിൽ ചേർക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒരിക്കലും നോർമലി അത് അങ്ങനെ ചേരില്ല. പൊട്ടറ്റയും ടൊമാറ്റോ തമ്മിൽ ക്രോസ് ആവില്ല. പക്ഷേ അങ്ങനെയുള്ള 2 സെല്ലുകളെ എടുത്ത് നമ്മൾ ഫ്യൂസ് ചെയ്യിപ്പിച്ചു. ആ ടെക്നിക്കിനെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് പൊമാറ്റോ ഉണ്ടായത്. വൈ പൊമാറ്റോ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ കൊമേഴ്സ്യൽ യൂട്ടിലൈസേഷൻ? എന്തുകൊണ്ട് പൊമാറ്റോ നമ്മുടെ വിപണിയിൽ എത്തിയില്ല? നമുക്ക് ഡെയിലി അത് ഉപയോഗിക്കാൻ തക്ക വണ്ണമായിട്ടൊരു പ്ലാന്റായിട്ട് എന്തുകൊണ്ട് വിപണിയിൽ എത്തുന്നില്ല? കാരണം ദ പ്ലാന്റ് ഡിഡ് നോട്ട് ഹാവ് ഓൾ ദ ഡിസൈഡ് കോമ്പിനേഷൻ ഓഫ് characteristics for its commercial utilization.
നമുക്ക് വ്യാവസായികപരമായിട്ടും വാണിജ്യപരമായിട്ടും അത് വിപണിയിൽ എത്തിക്കാൻ തക്ക വണ്ണത്തിലുള്ള എല്ലാ ഡിസൈഡ് ക്യാരക്ടേഴ്സ് അതിൽ ഉണ്ടായിട്ടില്ല. കാരണം ജനറ്റിക്കലി 2 ഡിഫറൻറ്റ് പ്ലാന്റുകളാണ്. അവയെ ആർട്ടിഫിഷ്യൽ കണ്ടീഷനിൽ ക്രോസ് ചെയ്തെടുത്തതാണ്. ഒരിക്കലും ആ പ്ലാന്റിൽ നിന്ന് പുതിയ തൈകൾ ഈസിയായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പൊമാറ്റോ, ചിത്രത്തിൽ കാണുന്ന കണക്ക് പൊമാറ്റോ ഉണ്ട്. പൊട്ടറ്റോയും ടൊമാറ്റോ ഒരു ചെടിയിൽ തന്നെ കിട്ടും. അല്ല രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്നതല്ല കേട്ടോ. ഒരു പ്ലാന്റിൽ തന്നെ പൊട്ടറ്റോ മണ്ണിനടിയിലും ടൊമാറ്റോ ഏരിയൽ പാർട്ടിൽ നിന്ന് കിട്ടും. പക്ഷേ ഇതിൻ്റെ തൈകളെ അല്ലെങ്കിൽ ഇതിൻ്റെ സീഡ്, ആ തക്കാളിയുടെ സീഡ് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഇതേ പ്ലാന്റ് തന്നെ ഇങ്ങനെ ഉണ്ടായി വരും. തക്കാളി മാത്രമേ കിട്ടുള്ളൂ. ഒരിക്കലും പൊട്ടറ്റോയിൽ ഉണ്ടാവണം നിർബന്ധമില്ല. ആ ഒരു പ്ലാന്റിൻ്റെ ക്വാളിറ്റി നമുക്ക് പിന്നീട് അങ്ങോട്ട് നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് വിപണിയിൽ എത്തിക്കുന്നത്. അപ്പോൾ ആൻസർ എഴുതേണ്ടത് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ആ ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇല്ലാത്തത് കൊണ്ടാണ് കൊമേഴ്സ്യൽ യൂട്ടിലൈസേഷന് വേണ്ടി പൊമാറ്റോ ഉപയോഗിക്കുന്നത്. അതായത് ദ പ്ലാന്റ് ഡിഡ് നോട്ട് ഹാവ് ഓൾ ദ ഡിസൈഡ് കോമ്പിനേഷൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന ടോപ്പിക്കാണ് റിവിഷൻ ചെയ്തത്. ടിഷ്യൂ കൾച്ചർ എന്താണെന്നും അതിൽ ഉപയോഗിക്കുന്ന ഓരോ ടേമുകൾ, എക്സ്പ്ലാന്റ്, ടോട്ടിപോട്ടൻസി, മൈക്രോ പ്രൊപ്പഗേഷൻ, മെരിസ്റ്റം കൾച്ചറിലൂടെ വൈറസ് ഫ്രീ പ്ലാന്റുകളെ റിക്കവറി എടുക്കാൻ പറ്റുന്നതും, പിന്നെ പൊമാറ്റോയുടെ കേസും എന്തുകൊണ്ട് പൊമാറ്റ കൊമേഴ്സ്യൽ യൂട്ടിലൈസേഷനിൽ എത്തുന്നില്ല, പിന്നെ പൊമാറ്റോ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ പൊട്ടറ്റോയും ടൊമാറ്റോയും തമ്മിൽ ക്രോസ് ചെയ്തു കേട്ടോ. നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റുകൾ തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് പൊമാറ്റോ ഉൽപ്പാദിപ്പിക്കുന്നത്. എങ്ങനെ പൊമാറ്റോ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റോ പൊട്ടറ്റോ ടൊമാറ്റോ, പൊട്ടറ്റോയുടെയും ടൊമാറ്റോയുടെയും നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ്. എന്തുകൊണ്ട് നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നു? കാരണം അവയുടെ സെൽവാൾ ഇല്ലാത്ത കണ്ടന്റ്, അതായത് സെൽവാൾ ഇല്ലാതിരുന്നാൽ അതിനുശേഷമുള്ള ഹോൾ കണ്ടന്റ് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. സെൽ മെമ്പറൈൻ തൊട്ട് അകത്തോട്ടുള്ള കണ്ടന്റ് ഫുൾ, അതായത് ന്യൂക്ലിയസും സൈറ്റോപ്ലാസും മെമ്പറൈൻ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽവാൾ ഇല്ലാത്തതുകൊണ്ട് നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടാണ് പൊമാറ്റോ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടിഷ്യൂ കൾച്ചറാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് റിവൈസ്ഡ് ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം.